അധികൃതരുടെ അനാസ്ഥ മൂലം കാട് മൂടി നശിക്കുകയാണ് മാവൂർ തെങ്ങിലക്കടവിലെ മലബാർ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട്. കെട്ടിടവും സ്ഥലവും സർക്കാരിന് കൈമാറി 14 വർഷമായിട്ടും അധികൃതർ ഇതിനോട് കാണിക്കുന്നത് കടുത്ത അവഗണനയാണ്. പി.ടി. റഹീം എം.എൽ.എയുടെ നിരന്തരമായുള്ള ഇടപെടലും ഫലം കാണാതെ പോവുകയാണ്. മാവൂർ തെങ്ങിലക്കടവിലെ ക്യാൻസർ സെന്റർ സർക്കാരിന് കൈമാറിയിട്ട് 14 വർഷം പിന്നിട്ടു. 1 കോടി മുടക്കി കഴിഞ്ഞ വർഷം നവീകരിച്ചിരുന്നു. ശേഷം ആരും തിരിഞ്ഞു നോക്കാത്തതിനാൽ കാടുമൂടി നശിക്കുകയാണ്. 6 ഏക്കർ സ്ഥലത്ത് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി ഡോക്ടർ ഹഫ്സ ഖാദർകുട്ടി നിർമ്മിച്ച് 2010 ഡിസംബർ 18 ആശുപത്രി പരിസരത്ത് നടന്ന ചടങ്ങിൽ അന്നത്തെ ആരോഗ്യമന്ത്രി P.K. ശ്രീമതിക്ക് സ്ഥാപനവും സ്ഥലവും ഉൾപ്പെടെയുള്ള രേഖകൾ കൈമാറിയതാണ്. തലശ്ശേരിയിലെ ക്യാൻസർ സെന്ററിൻ്റെ ഉപകേന്ദ്രമായി മികച്ച നിലയിൽ ഇതിനെ പ്രവർത്തിക്കും എന്നായിരുന്നു സർക്കാരിൻ്റെ ആദ്യ പ്രഖ്യാപനം. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒന്നും നടക്കാത്തതിനെ തുടർന്ന് പ്രതിഷേധം ശക്തമായപ്പോൾ ഈ സ്ഥാപനത്തെ മികച്ച ക്യാൻസർ ഗവേഷണ കേന്ദ്രമാക്കി മാറ്റുമെന്നായിരുന്നു അടുത്ത പ്രഖ്യാപനം. പിന്നീട് 2014 ഒക്ടോബറിൽ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ആരോഗ്യമന്ത്രിയുടെയും സാമൂഹ്യനീതി മന്ത്രിയുടെയും സാന്നിധ്യത്തിൽ ചേർന്ന യോഗം കേന്ദ്ര സർക്കാരിൻ്റെ ടെർഷറി ക്യാൻസർ സെൻറ്റർ സ്കീമിന് കീഴിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ ഒരു സബ് സെൻ്ററായി മാവൂരിലെ മലബാർ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് റിസർച്ച് സെൻറ്റർ വികസിപ്പിക്കുന്നതിലേക്കായി വിശദമായ പ്രപ്പോസൽ സമർപ്പിക്കാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനെ ചുമതലപ്പെടുത്തിയിരുന്നു. ഈ പദ്ധതിയും എങ്ങുമെത്തിയില്ല. P.T. റഹീം എം.എൽ.എ. ഈ സെൻറ്റർ സംബന്ധിച്ച് പലതവണ നിയമസഭയിൽ ചോദ്യം ആവർത്തിച്ചിരുന്നു. അന്നൊക്കെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ വാഗ്ദാനങ്ങളെല്ലാം കടലാസിലൊതുങ്ങി. 2019 നിയമസഭയിൽ P.T. റഹീം ചോദ്യം ആവർത്തിച്ചപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിന് കീഴിൽ ഒരു കേന്ദ്രമായി പ്രവർത്തിക്കുന്നതിനുള്ള സാധ്യതകൾ പരിശോധിച്ചു വരുന്നു എന്ന മറുപടിയാണ് ലഭിച്ചത്. 2022 ഓഗസ്റ്റിൽ പൊതുമരാമത്ത്, നാഷണൽ ഹെൽത്ത് മിഷൻ, തലശ്ശേരി മലബാർ ക്യാൻസർ സെൻറ്റർ എന്നിവിടങ്ങളിലെ ഉദ്യോഗസ്ഥർ സന്ദർശിക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ, മാവൂർ.